എറണാകുളം ചോറ്റാനിക്കരയിലെ ശ്രീ ആര്യാസ് ഹോട്ടലിനെതിരെ നടപടിയുമായി ചോറ്റാനിക്കര പഞ്ചായത്ത്. ഹോട്ടലിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഈ നടപടി. 25,000 രൂപ പിഴ ചുമത്തുകയും ഹോട്ടലിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നതിന് നോട്ടീസ് നൽകുകയും ചെയ്തു. വിവരങ്ങൾ നൽകാനായി റിയ ബേബി ചേരുന്നുണ്ട്. റിയ, എത്ര കാലമായി ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്? എന്നാണ് ഈ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്? ഇപ്പോഴേതായാലും നടപടി സ്വീകരിച്ചിട്ടുണ്ടല്ലോ. ഹിമ, ചോറ്റാനിക്കര പഞ്ചായത്തിലെ 5ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ശ്രീ ആര്യാസ് എന്ന ഹോട്ടലിലാണ് ഇന്ന് പഞ്ചായത്തിലെ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിഭാഗം പരിശോധന നടത്തിയത്. ഇവിടെ നിന്ന് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. അതോടൊപ്പം തന്നെ മലിനജലം സംസ്കരിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള സംവിധാനവും ഹോട്ടലില്ല എന്ന് കണ്ടെത്തി. മാത്രമല്ല, ഈ പഴകിയ ജലവുമായി മലിനജലവുമായി സമ്പർക്കത്തിൽ വരുന്ന തരത്തിലാണ് ഭക്ഷണ പദാർത്ഥങ്ങളടക്കം പാകം ചെയ്ത് ആളുകൾക്ക് നൽകിക്കൊണ്ടിരുന്നത് എന്നതാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഹോട്ടലിന്റെ അടച്ചുപൂട്ടുന്നതിനുള്ള നോട്ടീസ് നൽകി 25,000 രൂപ പിഴയും ഈടാക്കിയിട്ടുണ്ട്. എന്തായാലും അതീവ ഗുരുതരമായ വീഴ്ചകൾ വരുത്തിക്കൊണ്ടാണ് ഈ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത് എന്നതാണ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇവരുടെ ലൈസൻസ് ഹാജരാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ കൂടി ഹോട്ടലിനെതിരെ സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വർഷങ്ങളായി അവിടെ പ്രവർത്തിച്ചിരുന്ന ഹോട്ടലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ ആര്യാസ് എന്നാണ് ഹോട്ടലിന്റെ പേര്. പഴകിയ ഭക്ഷണം, അതോടൊപ്പം തന്നെ ഒട്ടും വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഭക്ഷണം പാചകം ചെയ്തിരുന്ന ഒരു രീതി, അതായിരുന്നു ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നത്. ശരി, തീർച്ചയായും വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഹോട്ടലാണ് ശ്രീ ആര്യാസ്. വർഷങ്ങളായി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഹോട്ടൽ. പക്ഷേ അതിന്റെ ലൈസൻസ് ഹാജരാക്കാനേ അവർക്ക് കഴിഞ്ഞിട്ടില്ല. റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്.